വടക്കംപറമ്പിൽ മുതലക്കുടം ഇടവകയാണ്. ഇപ്പോൾ താബോർ ധ്യാന കേന്ദ്രത്തിൽ, ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ അംഗമായി പ്രവർത്തിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു കുടുംബമായിരുന്നതിനാൽ ദൈവസ്നേഹത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനും ദൈവസ്നേഹത്തിൽ വളരുന്നതിനുള്ള വലിയ കൃപ ദൈവം നൽകിയിരുന്നു. പക്ഷെ മാതാവിനോട് വലിയ ഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു. ജപമാല ചൊല്ലി ലുത്തിനിയ തീരുന്നവരെ മുട്ടിന്മേൽ നിന്ന് അപ്പച്ചൻ നേതൃത്വം നൽകി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അധികം താമസിയാതെ തന്നെ എനിക്ക് 14 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിക്കുവാനിടയായി. അതിനുശേഷം വീണ്ടും പ്രാർത്ഥനയെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പച്ചൻ പറയുമായിരുന്നു, മക്കളെ, നമുക്ക് ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങളും സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അത് നിത്യമായ നാശമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തിൽ നകലരുത്, ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. ദൈവമല്ലാതെ നമ്മെ രക്ഷിക്കുവാനായിട്ട് വേറെ ആരുമില്ല. ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ 2 വചനങ്ങളായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ദൈവത്തോടു കൂടി ആയിരിക്കണമെങ്കിൽ മഠത്തിൽ ചേരണം, ഒരു സിസ്റ്ററായി തീരണമെന്ന് അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ SSLC പാസ്സായി മഠത്തിൽ ചേർന്നു. പക്ഷേ 2-3 മാസമേ അവിടെ നിൽക്കാനായിട്ട് സാധിച്ചുള്ളൂ. പരിശോധനയിൽ എനിക്ക് ക്ഷയത്തിൻ്റെ ആരംഭമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ വീട്ടിലേക്ക് ഞാൻ പോന്നു. അതിനുശേഷം അവർ പറഞ്ഞു, ഇതൊരു മിഷൻ മഠമാണ്, നാട്ടിലെവിടെയെങ്കിലും ചേര്. പക്ഷേ സാധിച്ചില്ല. എന്നൊക്കെ മഠത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ വേറെ ഒരു മഠത്തിലേക്ക് എടുക്കുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചു, ഏതായാലും മഠത്തിൽ പോകുന്നില്ലെങ്കിലും ഒരിക്കലും ഞാൻ വിവാഹം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഞാനുള്ളത്. ഇത്രയൊക്കെ ആണെങ്കിലും മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമൊന്നും എനിക്കില്ലായിരുന്നു, പ്രാർത്ഥിക്കുമെന്നല്ലാതെ. പക്ഷേ ഈ അനുഭവം എനിക്കുണ്ടായത് 1967 എനിക്ക് ടൈഫോയിഡ് എന്ന രോഗം പിടിപെട്ടു. വീട്ടിൽ കിടക്കുകയായിരുന്നു, മരുന്ന് വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് വളരെയേറെ വർദ്ധിച്ചു. വളരെ വർദ്ധിച്ച ഡോക്ടർ അന്ന് ആശുപത്രിയിലൊന്നും പോയില്ല. അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി രോഗിയെ ഇവിടെ നനക്കരുത്, കാരണം ഇത് ഒത്തിരിയേറെ കൂടുതലായിപ്പോയി, ഞാൻ വന്ന് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഡോക്ടർ രാവിലെയും വൈകുന്നേരവും വന്ന് കുത്തിവയ്ക്കും, മരുന്ന് തരും. ഏതാണ്ട് ഒരാഴ്ചക്കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു രാത്രി 8 മണിയായ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പനിയും വിറയലും എനിക്കുണ്ടായി. 3-4 പുതപ്പ് പുതച്ചാൽ പോലും നിൽക്കാത്ത രീതിയിലുള്ള അത്രമാത്രം വിറയലായിരുന്നു. അമ്മ അടുത്ത് വന്നിരുന്നു. മറ്റേ എൻ്റെ ഇളയത് കുഞ്ഞ് സഹോദരങ്ങളാണുള്ളത്. അടുത്ത് വന്നിരുന്ന് പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയാണ്. അങ്ങ് അകലെ വലിയൊരു ജനക്കൂട്ടം ഞാൻ കണ്ടു. അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് അടുത്തടുത്ത് എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എൻ്റെ അടുത്തിൽ വന്ന് എനിക്ക് ആരെയും മനസ്സിലാവുന്നില്ല. പക്ഷേ കുറച്ചകലെ വന്ന് ഇവർ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 പേരെ വ്യക്തമായിട്ട് കാണാൻ പറ്റി. അത് ഈശോയും മാതാവും യേശുപിതാവുമായിരുന്നു. അതിനുശേഷം ഈ മാതാവ് എൻ്റെ അടുക്കിലേക്ക്, കട്ടിലിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, മകളെ, നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, നമുക്ക് പോകാം. ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഞാൻ പരിസരമെല്ലാം മറന്നിട്ട് ഞാൻ ചിരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാകെ വിഷമമായി. അമ്മ ചോദിച്ചു, എന്നാ മാനേ ചിരിക്കണം? ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ പോകുക. എനിക്ക് ആ ഒരൊറ്റ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതുവരെയൊക്കെ എനിക്ക് ഒന്നും അനങ്ങാൻ പറ്റില്ല, കൈയൊന്ന് തിരിച്ചു വയ്ക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. ആഹാരം ഒന്നും കഴിക്കില്ല. അപ്പം ഇതിങ്ങനെ ഇവരെല്ലാം ഈ അമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് കുടുംബത്തിലുള്ള പിള്ളേരെല്ലാവരും ഓടി വന്നു. കൂട്ടക്കരച്ചിലായി അയൽക്കാർ ഓടി വന്നു. ഈ സമയത്ത് എല്ലാവരുടെയും കരച്ചിൽ കണ്ടപ്പോൾ മാതാവ് വീണ്ടും പറഞ്ഞു, മകളെ, ഇവർക്കെല്ലാം ഭയങ്കര സങ്കടമാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പോരണ്ട എന്ന് പറഞ്ഞ് മാതാവ് അങ്ങ് പോയി. ആ കാഴ്ചയും അവസാനിച്ചു. എന്നിട്ട് ഇവരുടെ നിലവിളി നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നി, വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയണ്ട, ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇവർ സമ്മതിക്കില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, സങ്കടവും വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സുഖക്കേട് അങ്ങ് പോട്ടെ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്ക് അയൽക്കാരെല്ലാവരും ഓടി വന്നു. ഡോക്ടറെ വിളിക്കാനായിട്ട് പോയി. എനിക്കപ്പോഴേക്കും ഭയങ്കര ഒരു ശക്തിയാണ് എൻ്റെ ശരീരത്തിന് അനുഭവപ്പെട്ടത്. ഞാൻ അനങ്ങില്ലാത്ത ഞാൻ പെട്ടെന്ന് കട്ടിലേൽ അടച്ചെഴുന്നേറ്റിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കൈയെല്ലാം കുടഞ്ഞ് കാണിച്ചു കൊടുത്തു. ഭയങ്കര ശക്തിയായിരുന്നു. എൻ്റെ മുടി കെട്ടി ഞാൻ തനിയെ. പക്ഷെ ഇതുകൊണ്ടൊന്നും അവർക്ക് വിശ്വാസമായില്ല. പക്ഷേ ഡോക്ടർ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അല്പം പോലും പനിയില്ല. പെട്ടെന്ന് പനി മാറി. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഇനി അല്പം ക്ഷീണം മാറാനുണ്ട്, അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. മാതാവ് ഇടപെട്ട ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. അതിനുശേഷം വീണ്ടും എനിക്ക് ടെറ്റനസ് എന്ന മാരക രോഗം പിടിപെട്ടു. 10 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 77. അതും ഇതുപോലെ ആശുപത്രിയിൽ ചെന്ന് പരമാവധി തലച്ചോറിൽ പോലും ഈ അണുക്കൾ കയറിയായിരുന്നു. 1% പോലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഇരുന്നു.
മുതലക്കടം ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് 1.5 മാസത്തോളം ആശുപത്രിയിൽ കിടന്നു. ഞാനങ്ങനെ കിടക്കുന്ന സമയത്ത് വീണ്ടും ഞാനൊരു കാഴ്ച കാണുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്നത്. മരിച്ചു എന്ന് പറഞ്ഞ് ഓക്സിജൻ എടുക്കാൻ തുടങ്ങുന്ന സമയം, ഇനി രോഗിയെ ബുദ്ധിമുട്ടിക്കേണ്ട, ഓക്സിജൻ എടുക്കാമെന്ന് പറഞ്ഞ സമയമാണ്. ഞാൻ കാണുന്നത് ഇതാണ്, അസ്ഥികളുടെ താഴ്വര എന്ന് പറയുന്നത് പോലെ ഭയങ്കരമായ അസ്ഥികൾ നോക്കിയാൽ നോക്കത്തില്ലാത്ത സ്ഥലത്ത് മുഴുവനും അസ്ഥികൾ കൂട്ടിയിട്ടിരിക്കുക, ചിതറിക്കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മധ്യത്തിലൂടെ എന്നെ കൊണ്ടുപോയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് ഒരു പ്രകാശം, അങ്ങ് മുകളിൽ വിദൂരതയിൽ ഒരു പ്രകാശം മുകളിൽ കാണുന്നുണ്ട്. ആ പ്രകാശത്തിലേക്ക് ഞാനിങ്ങനെ ഉയർന്നു പോകുന്നതായിട്ട് എനിക്ക് കാണുകയും ചെയ്യാം, അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു, സന്തോഷപ്രദമായിരുന്നു. ഞാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയാണ് ആ പ്രകാശത്തിൻ്റെ സ്ഥാനത്ത് കാണുന്നത്. ഞാൻ മുൻപിലെ വാതിൽക്കൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. ചുറ്റും നോക്കി എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുക. ഞാൻ ഓർത്ത്, ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി അകത്ത് കയറാൻ നിവൃത്തിയില്ലല്ലോ എന്ന് കരുതി ചിന്തിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് അകത്തുനിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്, ഇവിടെ പ്രവേശനമില്ല. എനിക്ക് ആകെ സങ്കടമായി. ദൈവമേ കഷ്ടപ്പാടെല്ലാം കഴിച്ച് ഇവിടെ വന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ലെങ്കിൽ ഞാൻ പിന്നെ എവിടെ പോകും, എന്ത് ചെയ്യും? വീണ്ടും സ്വരം കേട്ടു, ഇപ്പോൾ പ്രവേശനമില്ല, പിന്നീട് വരിക. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് സുബോധമുണ്ടായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാനായിട്ട് തുടങ്ങി. പരിപൂർണമായിട്ട് സൗഖ്യത്തിലേക്ക് ദൈവം നയിക്കുകയായിരുന്നു. അത്ഭുതകരമായ സൗഖ്യം ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ അനേകരുടെ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥന വഴി ജപമാല ചൊല്ലി അനേകർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം എനിക്ക് ജീവൻ വീണ്ടും തിരിച്ചു തരികയായിരുന്നു. 1979 ആദ്യമായിട്ട് കരിസ്മാറ്റിക് പ്രെയറിലേക്ക് ഞാനിവിടെ ഏഴുമട്ടം താബോറിലേക്ക് കടന്നു വരുന്നത്. ഞാൻ വരുന്ന സമയത്ത് വളരെയേറെ ദുഃഖവും നിരാശയും വേദനയും എല്ലാമായിട്ടാണ് കടന്നു വന്നിരുന്നത്. പ്രധാനമായിട്ടുള്ള കാരണം എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന ചിന്തയാണ് എന്നിലേക്ക് വന്നത്. അതിനുള്ള കാരണം ഇതായിരുന്നു, ഞാൻ വേറൊരു കാര്യവുമല്ല ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്, ദൈവത്തോടു കൂടി ആയിരിക്കണം, മഠത്തിൽ ചേരണം, ഈ ആഗ്രഹത്തോടു കൂടിയാണ് മഠത്തിൽ പോയത്. അവിടെ നിന്നാണ് ക്ഷയത്തിൻ്റെ ആരംഭമുണ്ടെന്ന് പറഞ്ഞ് കടന്നു വരാനിടയായത്. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ വർഷങ്ങളായിട്ടും ആ രോഗം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെയും ആ രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അപ്പം ഞാൻ ഈശോയോട് കൂടി ആയിരിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും ഈശോയ്ക്ക് എന്നെ വേണ്ട, ആ ചിന്ത എന്നിലേക്ക് വന്നു. എങ്കിലും ഈശോ അല്ലാതെ ദൈവമല്ലാതെ രക്ഷിക്കാൻ ആരുമില്ല എന്ന അപ്പച്ചനിൽ നിന്നുള്ള ആ അറിവ് കുഞ്ഞുനാളിൽ ലഭിച്ചതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒരു നിമിഷം പോലും അകലുവാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, പ്രാർത്ഥനയിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വന്നു. അന്ന് അഗസ്റ്റിൻ പള്ളിക്കുന്നേലച്ഛനായിരുന്നു ഇവിടെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നത്. ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഞാനവിടെ താഴെ റോഡിൽ നിന്ന് നോക്കിയപ്പോൾ കാണുന്നത് മാതാവിൻ്റെ ഒരു രൂപം മുകളിൽ മുഖവാരത്തിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ നിന്ന് തന്നെ ആ മാതാവിൻ്റെ നേരെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ്, അമ്മയെ തകർന്ന ഒരു ഹൃദയവുമായിട്ട് ഒരു സമാധാനവുമില്ലാത്ത മനസ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ വന്നതുപോലെ എന്നെ തിരിച്ചയക്കരുതേ എന്ന് പറഞ്ഞ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. പ്രാർത്ഥന എനിക്ക് വളരെയേറെ ഇഷ്ടമായിട്ട് തോന്നി. എല്ലാ ശനിയാഴ്ചകളിലുമായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അതിനുശേഷം എല്ലാ ശനിയാഴ്ചകളും, അന്ന് ധ്യാനമൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല, എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരാൻ തുടങ്ങി. ഓരോ ദിവസവും എനിക്ക് സമാധാനവും സന്തോഷവും വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. ദൈവം ജീവിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ധ്യാനം കൂടുന്നത് 80 ആദ്യമായിട്ട് അച്ഛനിവിടെ വെച്ച് നടത്തി. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ധ്യാനത്തിൽ വെച്ചാണ് ദൈവം എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാനുള്ള വലിയ കൃപ ദൈവം എനിക്ക് നൽകിയത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ തന്നെ, അക്ഷരാർത്ഥത്തിൽ തന്നെ അനുഭവിക്കുവാനായിട്ട് എനിക്കിട വന്നു. ഇതെല്ലാം മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ആലയം, എൻ്റെ പേരും മാതാവിൻ്റെ പേര് തന്നെ, ഇതൊക്കെ കൂടെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം ജപമാല ചൊല്ലുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഒരു വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോഴാണല്ലോ മാതാവിനോട് പറഞ്ഞത് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. അതിനുശേഷം അസമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ. ഈ അമ്മയാണല്ലോ ഇതിനെല്ലാം കാരണം എന്നോർത്ത് ആ മാതാവിൻ്റെ നേരെ നോക്കിയപ്പോൾ ജപമാലയുടെ ഭക്തി, എനിക്ക് വളരെയേറെ ഭക്തിയോടുകൂടെ ജപമാല ചൊല്ലുക, അത്രയും ബഹുമാനം മാതാവിനോട്. അങ്ങനെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ആ ജപമാല ചൊല്ലുന്ന സമയത്ത് ഞാനൊരു കാഴ്ച ദർശനമായിട്ട് കാണുന്നത് ഇതാണ്, സ്വർണം കൊണ്ടുള്ള വലിയൊരു കിരീടം. ആ
അത് ആരാണോ എടുത്തുകൊണ്ട് വരുന്നത് എനിക്കറിയാമല്ലോ. ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ആ കിരീടം കൊണ്ടുവന്ന് ആരോ എൻ്റെ തലയിലേക്ക് വയ്ക്കുന്നത്. ആ സമയം വരെ ഒരു തോന്നലായിട്ട് ഞാൻ കരുതിയെങ്കിൽ ഈ കിരീടം തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാരം എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. അത്ര വലിയ ഭാരമായിരുന്നു അതിന്. ആ ഭാരം കൊണ്ട് എൻ്റെ കഴുത്ത് വളഞ്ഞു, എൻ്റെ ശരീരം ആകെ കൂനി. ഞാനിങ്ങനെ നിപ്പായി ജപമാല നടക്കുന്ന സമയം ഞാൻ ഓർത്ത്, ദൈവമേ, ആദ്യമൊക്കെ കേട്ടിട്ടുണ്ട് കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് പോയാൽ ഭ്രാന്ത് പിടിക്കുമെന്ന്. എനിക്ക് അങ്ങനെ വല്ലതും സംഭവിക്കുന്നതാണോ എന്ന് കരുതി ഞാൻ ഭയപ്പെട്ടിരുന്ന സമയത്ത് വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ് ഹൃദയത്തിൽ, നീ ഭയപ്പെടാതിരിക്കെ, ഇതിന് ചേർന്ന് ഉടുപ്പ് കൂടിയുണ്ട്, അതുകൂടി ധരിപ്പിച്ച് കഴിയുമ്പോൾ നിനക്ക് ശിരസ് ഉയർത്താം. ആ കിരീടം ആരോ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് പറഞ്ഞത് ഇതാണ്, ഇത് ഞാൻ ഒരിക്കലും അനുഭവിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് നീ വിലപിച്ച ആ വേദനകൾ കൊണ്ടുണ്ടാക്കിയതാണ് ഈ കിരീടം എന്ന് പറഞ്ഞാണ് എൻ്റെ തലയിലേക്ക് വെച്ചത്. സത്യമായിരുന്നു. ഞാൻ പറയാറുണ്ടായിരുന്നു, എൻ്റെ ദൈവമേ, ഒരിക്കലും ഞാൻ ഈ വേദന അനുഭവിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് അതേ വാക്കുകൾ തന്നെ പറഞ്ഞാണ് എൻ്റെ തലയിലേക്ക് ആ കിരീടം കൊണ്ടുവന്ന് വെച്ചത്. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ കുരിശ് കിരീടമാണ് എന്ന വചനം എനിക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു ചെയ്തത്. അതുവരെ സഹനത്തെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഈ ഉടുപ്പ് കൂടി ഇത് ഇടിയിച്ചിട്ട് പറഞ്ഞു, ഇത് നീ അനുഭവിച്ച നിസ്സാരമായ സഹനങ്ങൾ, ക്ലേശങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്, ഇനി ശിരസ് ഉയർത്തുക എന്ന് പറഞ്ഞു. അപ്പോഴൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല തല ഉയർത്താനായിട്ട്. അങ്ങനെ തല ഉയർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി ഭക്തിയായി. വളരെയേറെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ശക്തമായ പ്രേരണ, നിനക്ക് ഈ അനുഭവങ്ങളെല്ലാം തരുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത അഗസ്റ്റിൻ അച്ഛൻ്റെ അടുക്കൽ പോയി നിൻ്റെ അനുഭവങ്ങളെല്ലാം പറയുക. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ പറഞ്ഞുകൊള്ളാം, ഈ കൊന്തയങ്ങ് തീരട്ടെ. പക്ഷേ സമ്മതിക്കുന്നില്ല. വീണ്ടും ശക്തമായിട്ടുള്ള പ്രേരണ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രഹസ്യം തീരുമ്പോൾ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് വളരെ ഭക്തിയോടുകൂടി ഞാൻ ജപമാല ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ നാവ് അനങ്ങാതെയായി, ചൂണ്ടി ചലിക്കാതെയായി. മാതാവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ സങ്കടമായി, വിഷമമായി, ഞാൻ കരയാനായിട്ട് തുടങ്ങി. ഞാൻ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കി, മാതാവിനെക്കുറിച്ച് പാട്ട് പാടാൻ നോക്കി, അതെനിക്ക് സാധിക്കുന്നില്ല. മാതാവിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുവാനോ മാതാവേ എന്ന് പറയുവാനോ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചു, ദൈവം, വേറെ എന്ത് വേണേലും പറയാം, ഏത് പ്രാർത്ഥനയും ചെല്ലാം. അപ്പം ഞാൻ ചിന്തിച്ചു, മാതാവിന് അവസാനം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നോക്കിയിട്ട് തലയൊന്ന് കുമ്പിട്ട് ഒരു ആചാരം ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ തല കുനിക്കാനായിട്ട് നോക്കി. ഇരുമ്പ് കമ്പി പോലെ ആ കഴുത്ത് നിൽക്കുകയല്ലാതെ അല്പം പോലും വളയുന്നില്ല. എനിക്കാകെ സങ്കടമായി. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോഴും ശക്തമായുള്ള പ്രേരണ അച്ഛൻ്റെ അടുക്കൽ ചെല്ലാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എന്തോ ഭയങ്കരമായുള്ള തെറ്റ്, മാതാവിന് ഇഷ്ടപ്പെടാത്തത് എന്നിലുണ്ട്. അതൊന്ന് വെളിപ്പെടുത്തി തന്നാൽ മതി, ഞാനത് എന്ത് തന്നെയാണെങ്കിലും തിരുത്തിക്കൊള്ളാമായിരുന്നു. അപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ശക്തമായി എന്നെ ആരോ തള്ളിവിടുന്നത് പോലെ ഞാൻ അച്ഛൻ്റെ അടുക്കലേക്ക് ഓടി. ആ സമയം ഓടിച്ചെന്നാൽ ഞാൻ കരഞ്ഞുകൊണ്ട് ചെല്ലുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു, മേരി, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, അച്ഛാ, ഇതാണ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതേ ഉള്ളൂ, സാരമില്ല, പേടിക്കണ്ട. മാതാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ അങ്ങേയറ്റമുള്ള ഭക്തിയും ബഹുമാനമൊന്നുമല്ല. അമ്മ ആഗ്രഹിക്കുന്നത് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധമാണ്. ആ വാത്സല്യമാണ് മാതാവ് ആഗ്രഹിക്കുന്നത്. പേടിക്കണ്ട, പൊക്കോളാൻ പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. തിരിച്ചു പോരുന്ന സമയത്ത് ഞാനിതെല്ലാം പരീക്ഷിച്ച് നോക്കി, ഒരു പ്രയോജനവുമില്ല. കപ്പേളയിൽ വന്ന് കയറുന്ന സമയത്ത് ആ മാതാവിൻ്റെ നേരെ നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, ഒന്നും ഞാൻ ഓർത്തില്ല, ഇനി ഒരു രക്ഷയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, ആ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ എന്നെ സ്വീകരിക്കണമേ മാതാവേ. അവസാനം ആ മാതാവേ എന്ന് പറഞ്ഞ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല മാതാവേ എന്ന് പറയാനായിട്ട്. അപ്പോഴാണ് അച്ഛനിലൂടെ ദൈവമാണ് പറയിച്ചത്, മാതാവ് ആഗ്രഹിക്കുന്നത് അങ്ങേയറ്റമുള്ള ഭക്തിയും ബഹുമാനവുമല്ല, ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സ്നേഹബന്ധം, ആ വാത്സല്യമാണ് മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. അപ്പം അങ്ങനെ വളരെയേറെ ഭക്തിയോട് സ്നേഹത്തോടും കൂടി വീണ്ടും അമ്മയോടുള്ള ഭക്തി എന്നിൽ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഭക്തി മാത്രമല്ല, ഒരമ്മയുടെ സ്ഥാനത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തുകയായി ചെയ്ത മാതാവിൻ്റെ. അതുപോലെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായത്, എൻ്റെ അമ്മ മരിച്ചുപോയി. 90 വയസ്സായപ്പോഴാണ് അമ്മ മരിച്ചത് കാര്യം. പക്ഷേ അമ്മയില്ലല്ലോ എന്നുള്ള വേദന. അപ്പച്ചൻ ചെറുപ്പത്തിലെ മരിച്ചു. അമ്മ ആണ് ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയത്. ആ അമ്മയുടെ മരണം എനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം എനിക്കുണ്ടാക്കി. ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായെങ്കിലും എനിക്ക് അമ്മ മരിച്ചതിൽ ഭയങ്കര ദുഃഖമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ചോദിക്കുകയാണ്, നിനക്ക് ഞാനില്ലേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മാതാവ് ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് മാതാവ് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 2-2.5 വയസ്സുള്ളൊരു പെൺകുഞ്ഞ് ഇങ്ങനെ മടിയിൽ കിടത്തിയിട്ട് അമ്മ തല മുതൽ പാദം വരെ 2-3 പ്രാവശ്യം ഇങ്ങനെ സ്നേഹത്തോടു കൂടി
വാത്സല്യത്തോടുകൂടി തലോടി. ഞാനാണെന്ന് എനിക്ക് ആ സമയത്ത് ബോധ്യമായി. ഞാനാണ് ആ കുഞ്ഞായിട്ടിരിക്കുന്നതെന്ന് ബോധ്യമായി. അതോടുകൂടി എൻ്റെ അമ്മ മരിച്ചതിലുള്ള ആ ദുഃഖവും വേദനയും തീർത്ത് മാറുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ നല്ല അമ്മ എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അമ്മയെ വിളിച്ച് പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. അതുപോലെ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടായാൽ സ്വന്തം അമ്മയോട് ചെന്ന് പറയുന്നത് പോലെ ഈ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ, എന്ത് പ്രശ്നമാണോ അത് പറയുവാനുള്ള ആ മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ പറയുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് അന്ന് തരികയാണ് ചെയ്തത്. മാതാവിൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്, സഭയ്ക്ക് തന്നെ ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ് ബ്രദർ പാപ്പച്ചൻ പള്ളത്ത്. എൻ്റെ പേരമ്മയുടെ മകനാണ്. അവർ മലബാറിൽ താമസിക്കുന്നു. 10-20 വർഷക്കാലമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്നതാണ്. അദ്ദേഹം ലീവിന് വന്നപ്പോൾ അമ്മയെ കാണുവാനായിട്ട് വീട്ടിൽ വന്നു. അങ്ങനെയാണ് 10-20 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഏതാനും ദിവസം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പേരമ്മ ഒരു സത്യം പറഞ്ഞു, മാനെ 10-12 വർഷമായി അവൻ കുമ്പസാരിച്ചിട്ട്, 12 വർഷമായി അവൻ കുമ്പസാരിച്ചിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പച്ചനിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിത്യമായിട്ടുള്ള നാശമായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആ വിശ്വാസത്തോടുകൂടി, ആ ആഗ്രഹത്തോടുകൂടി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാനിടയാകരുതേ, മാനസാന്തരം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. 1-2 ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങളല്ല, നീണ്ട 10 വർഷക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവം ഇന്ന് ആ മകനെ ചോദിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും എല്ലാം ഉപരിയായി ഒരാത്മാവിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെങ്കിൽ ഇന്ന് അനേകായിരം ആത്മാക്കളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ആ മകനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ സാധാരണ പ്രാർത്ഥന നിർത്താറുണ്ട്. പക്ഷേ വിശ്വാസത്തോടുകൂടി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ഏതായാലും പ്രാർത്ഥന നിരസിക്കുകയില്ല എന്ന ആ വിശ്വാസത്തോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. നിരന്തരം പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ലഭിക്കുന്നില്ല. എങ്കിൽ മറുപടി ലഭിക്കുന്നില്ലെന്ന് തന്നെയല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് തന്നെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങും. അങ്ങനെ പ്രാർത്ഥന നിർത്തേണ്ടതായിട്ട് വരും. പക്ഷേ അതെനിക്ക് ബോധ്യമായി. തീർച്ചയായിട്ടും ഇത് പ്രാർത്ഥന നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പിശാചിൻ്റെ ഒരു തന്ത്രമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥന നിർത്താതെ അത്രയും കൂടി സഹതാപത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ കടന്നു വരുവാനായിട്ട് ഈ താബോർ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വന്നു. അന്ന് അഗസ്റ്റിനച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത് ജീവജ്യോതിയിലായിരുന്നു, മൂവാറ്റുപുഴ. ഇവിടെ സൗകര്യമില്ലായിരുന്നു. അങ്ങനെ മൂവാറ്റുപുഴ പോയി ജീവജ്യോതിയിൽ പോയി ഒരു ധ്യാനം കൂടുവാനായിട്ട് ദൈവം കൃപ നൽകി. ആ ധ്യാനത്തോടുകൂടി തോക്കുകളേന്തി നടന്നിരുന്ന ആ കൈകളിൽ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ദൈവമേ, എനിക്കിനി ഇത് മതി എന്ന് പറഞ്ഞ് ആ ദിവസത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷം ജോലി രാജിവെച്ച് വീണ്ടും പോരുകയാണ് ചെയ്തത്. വിവാഹവും വേണ്ടെന്ന് വെച്ചു, ജോലിയും രാജിവെച്ചു. ഇന്ന് മുഴുവൻ സമയവും ദൈവ വേലയിൽ ശുശ്രൂഷയ്ക്കായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മകനെ പ്രതി ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. 1-2 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയെങ്കിൽ ആ ഒരാത്മാവ് മാത്രമേ രക്ഷപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. ഇത്രയും വർഷങ്ങൾ നീണ്ടപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, കാലങ്ങൾ നീളും തോറും ചോദിക്കുന്നത് മാത്രമല്ല, ചോദിക്കുന്നതിനേക്കാൾ അനേക മടങ്ങായിട്ടുള്ള കൃപയാണ് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഞങ്ങളെയൊക്കെ എതിർത്തിരുന്ന വ്യക്തികളാണ്. ഇവിടെ വന്ന് ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ഈ ദൈവസ്നേഹം ഇവരെല്ലാം അനുഭവിച്ചിരുന്നെങ്കിൽ എത്രയധികമായിട്ട്, എന്നേക്കാളെല്ലാം എത്ര ഉപരിയായിട്ട് ഇവർ ദൈവത്തെ സ്നേഹിക്കുമായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുമായിരുന്നു. ഈ ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ജപമാല ചൊല്ലി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ചെയ്ത്. ഇന്ന് എൻ്റെ കുടുംബത്തിലെല്ലാവരും നവീകരണത്തിലേക്ക് കടന്നു വന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെയാണെങ്കിലും ശനിയാഴ്ചകളിൽ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലുള്ള ആങ്ങളയുണ്ട്. ആങ്ങളയുടെ ഭാര്യ 2-3 പെൺപിള്ളേരാണുള്ളത്. 2 പേര് ഇപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടുവാനും
അതുപോലെ പ്രാർത്ഥനയിൽ സഹകരിക്കുവാനുമെല്ലാം ഇടയാകുന്നുണ്ട്. വളരെയേറെ ഭക്തിയോടുകൂടെ ഈ താബോർ അമ്മയെക്കുറിച്ച്, താബോർ മാതാവിനെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം 1979 ഞാനിവിടെ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എന്നിലേക്കും എന്നെപ്പോലെയുള്ള 10,000-കണക്കിന് മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപ വാരിച്ചൊരിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അത്ഭുതകരമായിട്ടുള്ള അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഇവിടെ വെളിപ്പെടുത്തുന്ന സ്ഥലമാണ്. എന്നെ പോലെ കടന്നു വരുന്ന, വേദനയോടുകൂടി കടന്നു വരുന്ന 10,000-ങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നുണ്ട്. എണ്ണിയാൽ തീരാത്ത കൃപകൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത്രമാത്രം നല്ല അമ്മയെ, ഇത്രമാത്രം സ്നേഹിക്കുന്ന അമ്മയെ അനേകർ വെറുക്കുന്നല്ലോ, നിന്ദിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ എൻ്റെ ഹൃദയം ഒത്തിരിയേറെ വേദനിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, ഇവർക്കും ഈ നല്ല അനുഭവങ്ങൾ കൊടുക്കണമേ. മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ നിഷേധിക്കുന്ന, അമ്മയെ ദൂഷിക്കുന്ന, ശപിക്കുന്ന, പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്ന ഈ മക്കൾക്കും ഇതുപോലുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ നൽകണമേ. എന്നാൽ അമ്മയിലേക്ക് ഇവരും കടന്നു വരുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു ജപമാല ചൊല്ലി ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത്ര നല്ല അമ്മയെ ഒന്ന് ആശ്രയിച്ചിരുന്നെങ്കിൽ എത്രമാത്രം കൃപകൾ ഈ മക്കൾക്ക് ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ തന്നെ ഈ കാര്യത്തിൽ ഇടപെടണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വേദനയോടുകൂടി, കണ്ണുനീരോടുകൂടി ഞാൻ യാചിക്കുകയാണ്. അമ്മേ മാതാവേ, ഈ മക്കളുടെ കാര്യത്തിലും അമ്മ ഇടപെടണമേ. അമ്മയുടെ മധ്യസ്ഥം ഈ മക്കൾക്ക് ആവശ്യമാണെന്ന ഒരു ബോധ്യം മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു.